നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്നലെ ബിഗ് ടി വി എന്ന് പറയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ടി വി എന്ന് പറഞ്ഞ പുതിയ ടി വി ആരംഭിച്ചു. പക്ഷെ ഞാനത് ടി വിയിലേക്ക് നോക്കിയിട്ട് എവിടെയും കാണാനില്ല. ഞാൻ ടാറ്റ സ്കൈ ഉപയോഗിക്കുന്നത്, പക്ഷെ യൂട്യൂബ് ചാനലിൽ അത് കാണുന്നുണ്ട്. പറഞ്ഞൊന്നൊന്നുമല്ല, സുജ പാർവതി നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ചാനലാണ്, റിപ്പോർട്ടർ ചാനൽ. അതിൽ നിന്നാണ് പുള്ളിക്കാരി ബിഗ് ടി വിയിലേക്ക് വന്നത്. ബിഗ് ടി വി വന്ന് ഈ റിപ്പോർട്ടിങ്ങിന് പാറ്റുപാൽ പൊങ്കാലയുടെ ഇതിനു വേണ്ടി പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ സുജേനെ അല്ല കാണുന്നത്. കാരണം ഒത്തിരി വ്യത്യസ്തമായി നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സുജയെ അല്ല എന്നാണ് വീട്ടുകാരെ കാണിച്ചപ്പോഴത്തേക്ക് അവരൊക്കെ പറഞ്ഞു, എന്റെ പൊന്നെ ഇത് ആ സുജയല്ല, ഇത് വേറെ ആരോ ആണ്. നമുക്ക് നോക്കാം സുജയ. മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പൊ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. വല്ലാത്ത ചതിയായി. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പൊ കുറച്ച് എങ്ങനെ ഇരിക്കുന്നു തദേവ അല്ലെ, തദേവ എന്ന് പറഞ്ഞു. ഇപ്പൊ റിപ്പോർട്ടറിൽ നിന്ന് ബിഗ് ടി വിയിലേക്ക് വലിയൊരു മാറ്റം സംഭവിച്ചു അല്ലെ. ആരോ പറഞ്ഞു കേട്ടു. വളരെ രസകരമായ ഒരു ഉത്തരവാണ്. 24-നും റിപ്പോർട്ടറിനും ഉണ്ടായ കുട്ടി. കാരണം അതുപോലെ A to Z അവരെ പോലെ റിപ്പോർട്ടറിന്റെ അതേ കണ്ട മൈക്കിലുള്ള ചിഹ്നങ്ങളും ആ ലോഗോയും ഒക്കെ, അല്ലെങ്കിൽ ആ കളർ തീമും കാര്യങ്ങളൊക്കെ സെയിം കോപ്പി അടി റിപ്പോർട്ടർ ചാനലിനെ പോലെ തന്നെ അവർ കോപ്പി അടിച്ചേക്കുവാണ്. അത്ര സംഭവമാണ്. പക്ഷെ ഒരുപാട് പേര് 24-ലെ പ്രധാന ന്യൂസ് വായിക്കുന്ന അവതാരകൻ ഇറങ്ങി ഒത്തിരി പേര് ആ ചാനലിലേക്ക്. പക്ഷെ എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല, അത് നമ്മുടെ ചാനലുകളിലൊന്നും വരുന്നില്ല. അതായത് ടാറ്റ സ്കൈയിലോ അല്ലെങ്കിൽ സൂര്യയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേബിള് വരുന്നെന്നൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, കേബിളിൽ വരുന്നുണ്ടോ. നമ്മളൊക്കെ എപ്പോഴും ടി വി തുറക്കുമ്പോൾ ഞാൻ ആദ്യം വെക്കുന്നത് റിപ്പോർട്ടർ ടി വിയാണ്, വീട്ടിൽ ആദ്യമേ വെക്കുന്നത്. കാരണം അത് വാർത്ത കേൾക്കാനും തള്ളാണെങ്കിൽ പോലും കേട്ടിരിക്കാനും. പക്ഷെ ഇത്രയും ഒരു കറുത്ത കുട്ടിയായിരുന്നു സുജാത്, മുഴുവൻ മേക്കപ്പ് ആണെന്ന റിയാലിറ്റി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ ഈ വിഷ്വല് ഒന്നും കൂടെ നിങ്ങൾ നോക്കിയോ, ആ വിഷ്വല് നോക്കിയാൽ അത് ഇതാണ് ശരിക്കും ഒറിജിനൽ സുജയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ സ്കിൻ ടോൺ. പക്ഷെ അതിൽ പറയുന്നത് മേക്കപ്പ് മാനെയാണ് അവർ കുറ്റം പറയുന്നത്. നോക്കാം. പരിഹരിക്കാം. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് മാൻ എന്ത് തെറ്റ് ചെയ്തല്ലേ, മേക്കപ്പ് ഇടാതെ വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല. പക്ഷെ വളരെ എന്നാ പറയണ്ടേ, ഒരു പറയുമ്പോൾ ഒരു വലിയ ടി വി ആണെങ്കിൽ പോലും ബിഗ് ടി വി എന്നുള്ള വലിയ പേരും, പക്ഷെ ആ പ്രതീക്ഷയ്ക്കത്ത് അങ്ങനെ ഒരു വളർച്ചയില്ല. സാധാരണ ഒരു ടി വി ഒക്കെ വരുമ്പോൾ എല്ലാ മാധ്യമങ്ങളും കിട്ടും, സാറ്റലൈറ്റിലെ മാധ്യമങ്ങളിലെല്ലാം കിട്ടുന്നതാണ് അല്ലേ. ഡിഷ് ടി വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം. ആ ടി വികളിലൊക്കെ ഇത് കിട്ടുന്നതാണ്, പക്ഷെ ഇത് കിട്ടുന്നില്ല. എന്നാ സംഭവം മനസ്സിലാകുന്നില്ല. പക്ഷെ വളരെ നിലവാരം വളരെ കുറവാണ്. അതിൻ്റെ അടിയിലുള്ള കമന്റുകൾ, ഞാൻ പറയുന്നതല്ല, അതിൻ്റെ അടിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. അവർ കൊടുക്കുന്ന ലൈവൊക്കെ അങ്ങനെ പതറിപ്പോവുകയും കാര്യങ്ങൾ വളരെ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. ഒരു തുടക്കം ഒരു ചാനലിന് അതിനി എങ്ങനെ കേട്ടി, സുജാ പാർവതി അവിടുത്തെ ചീഫ് എഡിറ്റർ ആയിട്ടാണ് പോയേക്കുന്നത്. പക്ഷെ അതിൻ്റെ അനുസരിച്ചൊരു എന്നാ പറയണ്ടേ, തുടക്കത്തിലുള്ള ഉദ്ഘാടന ദിവസം സുജാ പാർവതിയുടെ ഇംഗ്ലീഷ് കേട്ടിട്ട് ഒത്തിരി പേര് പൊട്ടിച്ചിരിക്കുകയും അത് കറക്റ്റുള്ള പ്രൊണൗൺസോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആയിരിക്കുകയാണ് സുജയ പാർവതി. മെയിൻ കാരണം ഇതാണ്. ഇത് ഇത്രയും വ്യത്യാസമുണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും ഒരു ആളായിരുന്നോ? അപ്പൊ എത്ര രൂപ ശരിക്കും എത്ര രൂപ മുടക്കിയായിരിക്കും ഇവരെയൊക്കെ മേക്കപ്പ് ചെയ്യുന്നത് അല്ലേ. ഇവരെയൊക്കെ AC റൂമുകളിലേക്ക് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അവർക്ക് ആ സമയത്തൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയകളിലേക്ക് ആറ്റുകാൽ പൊങ്കാല പോലത്തെ വലിയ പ്രോഗ്രാമിലേക്ക് മണിക്കൂർ കണക്കിന് ടൈം വെയിൽ കൊള്ളാൻ വന്നപ്പോഴത്തേക്കും അവരുടെ മേക്കപ്പ് എല്ലാം അങ്ങ് ഒലിച്ചുപോയി. ഭയങ്കര ഒരു സീനായിപ്പോയി. കണ്ടിട്ട് തന്നെ ഒരു പേടി തോന്നി. ഞാൻ വിചാരിച്ച ആൾക്കാരൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചു, ഈ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ ചോദിക്കും ഇത് നമ്മുടെ സുജയ എല്ലാം ചോദിക്കുന്ന വിചാരിച്ചു. പക്ഷെ യൂട്യൂബിൽ കമന്റ് വരുന്നുണ്ട്, ഇത് നമ്മുടെ സുജയ അല്ലാന്നും പറഞ്ഞു. എന്താ അല്ലേ, എന്തൊരു കോലമായിപ്പോയി. പക്ഷെ ചാനൽ വളരെ ഫ്ലോപ്പായി പോകാനുള്ള സാധ്യത. പക്ഷെ ഇതുവരെ ഒരു സാറ്റലൈറ്റ് മാധ്യമത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. കേബിൾ ടി വിയിൽ ഉണ്ടാവോ ഇല്ലയോ എന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചില്ല. ഉണ്ടാവാതിരിക്കും. പക്ഷെ ഇതിപ്പോ പറയുന്നത് കേട്ട് യൂട്യൂബ് ചാനൽ, ഇന്ത്യയിലെ ഏറ്റവും ഒരു പ്രമുഖ ഒരു യൂട്യൂബ് ചാനലിനെ അവർ വിലയ്ക്ക് വാങ്ങി. അതിന് വിലയ്ക്ക് വാങ്ങിയിട്ട് അത് ആണ് അതിന്റെ ലോഗോയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പൊ ബിഗ് ടി വി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് കണ്ടിരിക്കുക ഇവിടം വരെ പോകുന്നത്. സുജയ പാർവതി ഭയങ്കരമായിപ്പോയി. കാരണം 24-ലെ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെപ്പറ്റിയൊന്നും. അവിടുന്ന് റിപ്പോർട്ടറിലേക്ക് വന്നു. റിപ്പോർട്ടറിലാണെങ്കിൽ പൊരിഞ്ഞ അടിയാ. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, വൈകുന്നേരമൊക്കെ ചർച്ചകളിൽ പൊരിഞ്ഞ അടി. ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് സുജയ. അമ്മാതിരി അടിയാ സുജയ ഉണ്ടാക്കുന്നത്. ആ സ്ഥാനത്ത് നിന്ന് ചീഫ് എഡിറ്ററിലേക്ക് വന്നപ്പോൾ ഉള്ള വല്ലാത്തൊരു മാറ്റമായി പോയി.
അപ്പോൾ മറ്റൊരു വിഷയമായി കണ്ടുപിട്ടാം. ഓക്കെ, ബൈ.